അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, SYS താനൂർ സോൺ കമ്മിറ്റി കണ്ടക്ട് ചെയ്യുന്ന കിണർ റീചാർജിങ്ങിനെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. നമ്മുടെ നാട്ടിൽ വെള്ളം സർവത്ര ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ചില നിശ്ചിത കാലങ്ങളിൽ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുകയും പ്രയാസം നേരിടുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് നമ്മളുടെ സംസ്ഥാനം. ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളമാണെങ്കിൽ പോലും ഉപയോഗയോഗ്യമായ വെള്ളം വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ അടുത്തായി 2 ഘട്ടങ്ങളിലായി 2 പ്രളയങ്ങൾ വന്നുപോയി. പ്രളയത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പക്ഷെ തൊട്ടടുത്ത് നമ്മളറിയുന്നത് അത്രയൊക്കെ വെള്ളമുണ്ടായിരുന്ന ഒരു പ്രദേശം പിന്നീട് അനുഭവിക്കുന്നത് വെള്ളത്തിൻ്റെ ക്ഷാമമാണ് എന്നാണ്. നിശ്ചിത പീരിയഡുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് മഴ വർഷിക്കാറുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ലഭിക്കാറുമുണ്ട്. വർഷക്കാലം കഴിയുമ്പോൾ വേനൽക്കാലത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പലയിടങ്ങളിലും വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുകയും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ടാങ്കറുകളിലും മറ്റും വെള്ളം ലോഡ് ചെയ്ത് വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാടുകളിലുണ്ട്. പലപ്പോഴും മഴക്കാലത്ത് നമുക്ക് കിട്ടുന്ന വെള്ളങ്ങളൊക്കെ ആവശ്യത്തിനേറെ ഉപയോഗിക്കുകയും അതിലേറെ വേസ്റ്റാക്കി കളയുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് പൊതുവെ നമ്മളുടെ നാടുകളിലുള്ളത്. വെള്ളം സംഭരിക്കാനോ അത് സൂക്ഷിക്കാനോ ഉള്ള സംവിധാനങ്ങളുമില്ല. അതിനെക്കുറിച്ചുള്ള ബോധവും പൊതുവെ മലയാളികൾക്കില്ല. വളരെ അപൂർവമായി ചിലയിടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മഴക്കുഴികളും മറ്റും ഉണ്ട് എന്നതൊഴിച്ചാൽ പൊതുവെയും വെള്ളം വേസ്റ്റായി പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ നാടുകളിലുള്ളത്. ആസാം പോലെയുള്ള ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ അവർക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളങ്ങൾ പോലും മഴക്കുഴികൾ ഉണ്ടാക്കി അതിൽ സംഭരിച്ച് ആ വെള്ളങ്ങളെ കൃഷികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതി നമുക്ക് കാണാൻ കഴിയും. അതേസമയം നമ്മുടെ നാട്ടിൽ കുടിക്കാനുള്ള വെള്ളം പോലും സംഭരിക്കാൻ നമുക്ക് കഴിയാറില്ല. അതിനൊരു പ്രധാന കാരണം എങ്ങനെയാണ് വെള്ളം സംഭരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ അപര്യാപ്തതയാണ് എന്ന് നമുക്കറിയാം. പല കോണുകളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട് കിണർ റീചാർജിങ് വെള്ളം സംഭരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വഴിയാണ് എന്ന് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അത് എത്രമാത്രം നമ്മൾ പ്രയോഗിക്കുന്നു എന്നിടത്ത് നമ്മൾ ആലോചിക്കണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രം പലപ്പോഴും നമുക്കത് ചെയ്യാൻ കഴിയാതെ പോകുന്നു. SYS താനൂർ സോൺ കമ്മിറ്റി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാരണവും അറിവില്ലായ്മ കൊണ്ട് വെള്ളം സംഭരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് മറികടക്കണം എന്നതുകൊണ്ടാണ്
ഇപ്പോൾ കിണർ റീചാർജിങ് എങ്ങനെയാവണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു വേദി സംഘടിപ്പിച്ചത്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴവെള്ളങ്ങളെ അത് നമ്മളുടെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന്, നമ്മളുടെ ഭൂമിയിൽ നിന്ന്, നമ്മളുടെ വീടിൻ്റെ ടെറസുകളിൽ നിന്ന്, മേൽക്കൂരകളിൽ നിന്ന് നമ്മളുടെ കിണറുകളിലേക്ക് തന്നെ സംഭരിച്ച് അത് ഉപയോഗിക്കുന്ന രീതി വളരെ വ്യക്തമായി ഇന്ന് നടക്കുന്ന പ്രോഗ്രാമിൽ അവതരിപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്ത് വളരെയേറെ അനിവാര്യമായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവരും ഈ പ്രോഗ്രാമിനെ ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന വിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ ചർച്ചയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നേരിട്ട് നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കുന്ന മറ്റൊരു ഗ്രഹവും നമ്മൾ ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വായു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെള്ളം. ഭൂമിയിൽ ആകെയുള്ള വെള്ളത്തിൻ്റെ അളവ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 3/4 ഭാഗവും വെള്ളം തന്നെയാണ്. പക്ഷേ ആ വെള്ളം മുഴുവനായിട്ട് മനുഷ്യന് കുടിക്കാനോ ഉപയോഗിക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലല്ല കിടക്കുന്നത്. അത് 70% മലനിരകളിൽ ഐസ് പാളികളായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലും അങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഒരു 30% കടലായിട്ടും പുഴയായിട്ടും ഒക്കെ വേറെയും കാണാൻ പറ്റും. പക്ഷേ ഈ വെള്ളമൊന്നും നമ്മളുടെ നിത്യജീവിതത്തിലെ കുടിവെള്ളത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലല്ല കിടക്കുന്നത്. മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് പരിശോധിച്ചാൽ അത് വളരെ 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 കുറവാണ്. ഒരു 0.3% എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ആ രീതിയിലേക്ക് വളരെ കുറച്ച് മാത്രമുള്ള ശുദ്ധജലത്തെ നമ്മൾ എങ്ങനെയാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ്, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ നിലനിൽപ്പ് ഒക്കെ പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ട് കിണർ റീചാർജിങ് എന്നുള്ളത് ഒരു ഒറ്റമൂലിയല്ല. ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് കിണർ റീചാർജിങ്ങിനെ ഈ ചർച്ചയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാണേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പശ്ചിമഘട്ടം ഓരോ ദിവസവും ഓരോ വർഷവും കഴിയുന്നതിനനുസരിച്ച് ശോഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വനത്തിൻ്റെ വിസ്തീർണം ഒട്ടേറെ വ്യാപകമായ രീതിയിൽ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വയലുകൾ, തണ്ണീർത്തടങ്ങൾ, തോടുകൾ, കുളങ്ങൾ ഇതൊക്കെ ഒന്നുകിൽ നാമാവശേഷമായി മാറുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വിസ്തൃതി കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അത് മലിനീകരിക്കപ്പെടുന്നു. അങ്ങനെ ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഘടകങ്ങളൊക്കെ മാറി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്കറിയാം, കേരളത്തിൽ ശരാശരി ഓരോ വീട്ടിനും ഓരോ കിണർ ഇന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു പരിഹാര മാർഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുന്നത്. ആ രീതിയിലേക്ക് നമ്മുടെ ഭൂമിയിലെ വെള്ളത്തിൻ്റെ ഒരു സവിശേഷതയും അതിൻ്റെ ഒരു സ്വഭാവവും തിരിച്ചറിഞ്ഞ് വേണം നമ്മളതിനോട് പ്രതികരിക്കാൻ. വെള്ളം അല്ലെങ്കിൽ ജലം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഭൂമിയിലുള്ള
വെള്ളത്തിൻ്റെ അളവിൽ വലിയ കുറവൊന്നും ഈ കാലത്തിനിടയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ വിതരണത്തിലുള്ള, അതിൻ്റെ ഉപയോഗത്തിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിൽ കാലത്തിനനുസരിച്ച് മാറി വന്നിട്ടുണ്ട്. കടലിലുള്ള വെള്ളം ചൂട് കൊണ്ട് ബാഷ്പമായി അത് അന്തരീക്ഷത്തിൽ ഉയർന്നു വരികയും അതങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങി കാടുകളുള്ള പ്രദേശത്തെത്തുമ്പോൾ അവിടെ തട്ടി ഘനീഭവിച്ച് അത് മഴയായി ഭൂമിയിലേക്ക് പെയ്യുകയും ഭൂമിയിൽ അത് ഉപരിതലത്തിലൂടെ ഒഴുകുന്നതിൻ്റെ ഇടയിൽ നമുക്കറിയാം മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഈ മഴവെള്ളത്തിനെ, അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ അന്തരീക്ഷത്തു നിന്ന് പെയ്യുന്ന മഴയെ മരങ്ങളും കാടുകളുമൊക്കെ അതിൻ്റെ വേഗത കുറച്ചുകൊണ്ട് ഭൂമിയിലേക്ക് പതിപ്പിക്കുകയും അങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്ന ഈ മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പ്രത്യേകത കൊണ്ട് അതിൻ്റെ വേഗത കുറഞ്ഞു കുറഞ്ഞ് പതുക്കെ പതുക്കെ അത് ഭൂമിയുടെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങി അങ്ങനെ കാടുകളിൽ നിന്നും വളരെ ചെറിയ അരുവികളായി പുറപ്പെട്ട് അതങ്ങനെ പുഴകളും ചെറിയ ചെറിയ നീരുറവകളുമായി നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ ഒഴുകുകയാണ്. നമുക്കറിയാം 44 നദികളുണ്ട് നമുക്ക്. അതിൻ്റെയൊക്കെ കൈവഴികളും വേറെ ഉണ്ടാവും. അതിനോട് ചേർന്ന ചെറിയ ചെറിയ തോടുകൾ, ആ തോടിൻ്റെ മുഖത്തുണ്ടാവുന്ന പലതരത്തിലുള്ള തണ്ണീർത്തടങ്ങൾ, കുളങ്ങൾ, അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മളെ ശരീരത്തിലെ ഞരമ്പുകൾ പോലെ, അതിലൂടെ ഒഴുകുന്ന രക്തം പോലെ ഈ ഭൂമിയിൽ മഴവെള്ളം അങ്ങനെ വ്യാപകമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് എത്രമാത്രം വേഗത കുറഞ്ഞ തരത്തിലേക്ക് മാറ്റാൻ കഴിയുമോ അതാണ് നമ്മളുടെ വിജയം. ഇപ്പോൾ നിർഭാഗ്യവശാൽ അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ മലയിൽ നിന്നുള്ള വെള്ളം ഒഴുകി നമ്മളെ കടലിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ വളരെ കുറഞ്ഞു പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂഗർഭ ജലത്തിൻ്റെ അളവ് കുറയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കിണറുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുടിവെള്ളത്തിൻ്റെ അളവ് കുറയുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ ആളുകളുടെ മനസ്സിലേക്ക് ചില ആശയങ്ങൾ നൽകുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് നിങ്ങളുടെ ഈ ഒരു പ്രസ്ഥാനം മുൻകൈ എടുക്കുന്നതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടിന് ചെറിയ വീടുണ്ടാവും, ഒരു ഇടത്തരം വീടുണ്ടാവും. ചില ആളുകൾക്കാണെങ്കിൽ നല്ല വിസ്താരമുള്ള മേൽക്കൂരയോട് കൂടിയിട്ടുള്ള വീടുകളും ഉണ്ടാവും. ഞാനൊരു ശരാശരി ഒരു 1000 സ്ക്വയർ ഫീറ്റ് റൂഫുള്ള ഒരു വീടിനെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എത്ര മഴവെള്ളം കിട്ടുമെന്നൊന്ന് കണക്കൂട്ടി നോക്കാം. സാധാരണ 1 സെൻറ്റ് സ്ഥലത്ത് 1,00,000 ലിറ്റർ മഴവെള്ളമാണ് ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. ഇതൊരു പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ ഒരു തോതിലുള്ള മഴവെള്ളം ലഭ്യമല്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലോ രാജസ്ഥാനിലോ ഒക്കെ ആണെങ്കിൽ കേരളത്തിന് കിട്ടുന്ന മഴവെള്ളത്തിൻ്റെ പകുതിയോ അതിൻ്റെ പകുതിയോ ഒക്കെ ലഭിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും അതിനെയൊക്കെ പരിപാലിച്ചുകൊണ്ട് അവരുടെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി മഴവെള്ളം കിട്ടിയിട്ട് പോലും കേരളത്തിൻ്റെ ശുദ്ധജല ലഭ്യത പരിഹരിക്കാൻ നമുക്കാവുന്നില്ല. ഇവിടെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ പ്രയോഗത്തിലുള്ള ചില പ്രശ്നങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നതിന് പരിസ്ഥിതിയെ കണ്ടുകൊണ്ടുള്ള ഒരു വികസനം പരമപ്രധാനമാണ്. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള പുഴകളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വയലുകളോ കുളങ്ങളോ തണ്ണീർത്തടങ്ങളോ തടാകങ്ങളോ ഇതിനൊക്കെ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ കിണർ റീചാർജിങ് എന്ന് പറയുന്ന ഒരു ഒറ്റമൂല്യവുമായി മുന്നോട്ട് പോയതുകൊണ്ട് ഒരു കാര്യവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് കിണർ റീചാർജിങ്ങിനെ
നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് റൂഫിൽ നമുക്ക് ഒരു വർഷം കിട്ടുന്ന മഴവെള്ളം എത്രയാണെന്നറിയോ? ഏകദേശം 2.5 ലക്ഷം ലിറ്ററാണ്. 2.5 ലക്ഷം ലിറ്റർ വെള്ളം വേണ്ടി വരുമോ ഒരു കുടുംബത്തിന് ഒരു വർഷം ജീവിക്കാൻ? വളരെ വളരെ കുറച്ച് മതി. സാധാരണ രീതിയിൽ ഒരാൾക്ക് ഒരു 50-60 ലിറ്റർ വെള്ളം മതി ഒരു ദിവസം. ആ രീതിയിലേക്ക് നമുക്ക് കിട്ടുന്ന വെള്ളത്തെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ കുടിവെള്ള പ്രശ്നം നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ലഭ്യമാകുന്നതിൻ്റെ എത്രയോ കുറവ് മാത്രം മതി നമ്മുടെ ആവശ്യത്തിന്. തിരിച്ചു പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനെ ശാസ്ത്രീയമായി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കുടിവെള്ള ലഭ്യതയ്ക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന രീതിയിലാണ് അതിൻ്റെ കിടപ്പ്. മലനാട് വളരെ ഉയരത്തിൽ കിടക്കുന്നു, തീരപ്രദേശം വളരെ താഴെയുമായി കിടക്കുന്നു. ഒരു 2-2.5 കിലോമീറ്റർ ഉയരത്തിൽ കിടക്കുന്ന മലനാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സ്വാഭാവികമായിട്ടും വളരെ വേഗത്തിൽ കടലിലെത്തിച്ചേരും. അവിടെയാണ് നമുക്ക് ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പല സംവിധാനങ്ങളും ഉണ്ടാക്കേണ്ടത്. പ്രകൃതിയാൽ തന്നെ പല സംവിധാനങ്ങളുണ്ട്. അതാണ് ഇടനാട്. ഇടനാടിൽ വിശാലമായ വയലുകൾ, തടാകങ്ങൾ, കുളങ്ങൾ, അതിലൊക്കെ തങ്ങി നിന്ന് അതൊക്കെ നിറഞ്ഞ് അതിന് ശേഷം മാത്രമേ അതിൻ്റെ അപ്പുറത്തേക്ക് വരികയുള്ളൂ. തീരപ്രദേശത്തേക്ക് വരുമ്പോഴോ അവിടെ മണൽ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. ഈ മണൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കടലിലെത്താൻ. സ്വാഭാവികമായിട്ടും ഈ വെള്ളം അങ്ങനെ വയലിലോ മണലിലോ ഊർന്നിറങ്ങുന്നത് അവിടെ തന്നെ കിടക്കുകയല്ല, അത് ചലിച്ചുകൊണ്ടിരിക്കും. അത് വീണ്ടും കടലിലേക്ക് ചലിക്കുന്ന രീതിയിൽ തന്നെ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ഒഴുക്ക് വളരെ വളരെ സാവധാനമായിരിക്കും. ഉപരിതലത്തിൽ കൂടെ ഒഴുകുന്നതിനേക്കാൾ എത്രയോ വേഗത കുറവായിരിക്കും ഭൂമിയുടെ ഉള്ളിലൂടെയുള്ള ഒഴുക്ക്. ആ ഒഴുക്ക് അങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കിണറുകളിൽ നമുക്ക് കുടിവെള്ളം കിട്ടുകയും അങ്ങനെ നമ്മളെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രകൃത്യാലുള്ള പരിഹാര മാർഗത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഇന്ന് കുറേയേറെ ഇല്ലാതായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മലിനീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള സോഴ്സിനെ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കിണറിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ ഒരു കിണർ ശരാശരി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള സംവിധാനവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ കേരളത്തിൽ പല തരത്തിലുള്ള അനുകൂലമായ ഘടകങ്ങളുണ്ട്, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായിട്ടുള്ള ആലോചനകൾ, സംവാദങ്ങൾ, ചർച്ചകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മ പദ്ധതികൾ ഈ കാര്യത്തിൽ വളരെ വേഗം തുടങ്ങാതെ ഇനി രക്ഷയില്ല. ഒരു ദിവസം വൈകുന്നതിനനുസരിച്ച് പ്രതിസന്ധി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാളെയാവുകിൽ ഏറെ വൈകിടും എന്ന്. നമുക്ക് ചെയ്യേണ്ടത് 2 തരത്തിലുള്ള പരിഹാര മാർഗത്തിലേക്ക് നമുക്ക് നീങ്ങണം. ഒന്ന് ഒരു ദീർഘകാല പരിഹാര മാർഗമാണ്, മറ്റൊന്ന് ഹ്രസ്വകാലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ദീർഘകാല പരിഹാര മാർഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയെങ്കിലും ബാക്കിയുള്ള വയലുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ ജീവൻ നിലനിർത്തുന്നത് പോലെ, അല്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ്. 1 ഇഞ്ചും ഇനി അതിൽ നിന്ന് നഷ്ടപ്പെടുത്താൻ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ്. കാരണം അത് നമ്മുടെ മാത്രം സ്വത്തല്ല, അത്
ഒരു പൊതു സ്വത്താണ്. ആ രീതിയിൽ കണ്ടുകൊണ്ട് നിലവിലുള്ള മുഴുവൻ വയലുകളെയും സംരക്ഷിച്ചേ തീരൂ. അതുപോലെ എല്ലാ തണ്ണീർത്തടങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ വലിയ വലിയ കുളങ്ങൾ ഇന്നും ധാരാളമുണ്ട്. ഒരു കണക്ക് പ്രകാരം 60,000 കുളങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. ആ കുളങ്ങളെ മാലിന്യമുക്തമാക്കിയിട്ട് ഓരോ വർഷക്കാലത്തിനു മുമ്പ് അതിനെ ശുചീകരിച്ച് വേണമെങ്കിൽ അതിൻ്റെ ചെളിയൊക്കെ വാരി വൃത്തിയാക്കി അതിലേക്ക് എത്താൻ പാകത്തിൽ, മഴവെള്ളം എത്താൻ പാകത്തിൽ അതിനെ ഒരു ജലസംഭരണിയായിട്ട് മാറ്റേണ്ടതുണ്ട്. ആ തരത്തിൽ എല്ലാ കുളങ്ങളും സംരക്ഷിക്കണം. ഒരു കുളവും ഇനി തൂർക്കാൻ അനുവദിച്ചുകൂടാ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉൾനാടുകളിലൂടെ ഒഴുകുന്ന ചെറിയ ചെറിയ തോടുകൾ, അരുവികൾ, തടാകങ്ങൾ, ഇത്തരത്തിലുള്ള മുഴുവൻ ജലസ്രോതസ്സുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കണം. രണ്ടാമത്തത്, നമ്മുടെ കാടിൻ്റെ വിസ്തൃതി ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. നമ്മുടെ കുട്ടികൾ വിദ്യാലയങ്ങളിലൂടെ മരം വാങ്ങുന്നുണ്ട്, അത് വയ്ക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം അവിടെ വലുതായി ഒരു മരമായി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടുന്നില്ല. അങ്ങനെ മുഴുവൻ ആളുകളും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതൊരു ശീലമാക്കണം. കാടിന് പകരമാവില്ല മരങ്ങൾ, എങ്കിലും മരങ്ങൾക്ക് ചില ദൗത്യങ്ങളുണ്ട് ആ രീതിയിൽ. അതുപോലെ തന്നെ പുഴകളിലുള്ള മണലൂറ്റൽ നമുക്ക് നിയന്ത്രിക്കണം. എത്രമാത്രം മണലാണ് ഓരോ വർഷവും പുഴയിലൂടെ ഊറി വരുന്നത് എന്ന് കണക്കാക്കി അത് മാത്രം എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ജനസംഖ്യ കൂടി വരുന്നുണ്ട്, അവർക്കൊക്കെ പലതരം ആവശ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കെട്ടിടങ്ങൾ വേണ്ടി വരുന്നുണ്ട്, ആശുപത്രികൾ വേണം, വിദ്യാലയം വേണം. പക്ഷെ അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൻ്റെ നിർമ്മാണ രീതിയിലൊക്കെ ഈ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിക്കുന്നതിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം കൂടെ കൊണ്ടുവരണം. അത് നമ്മുടെ ഈ ഓരോ വിഭവവും, കല്ലായാലും ശരി, മരമായാലും ശരി, മണലായാലും ശരി, വെള്ളമായാലും ശരി, അതൊക്കെ പൊതുവായിട്ടുള്ളതാണ്. അതല്ലാതെ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ല. അങ്ങനെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഓരോരുത്തർക്കും എത്രമാത്രം അതിൽ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ രീതിയിലേക്ക് ഒരു നീതിപൂർവമായിട്ടുള്ള വിതരണവും അതിൻ്റെ ഭാഗമായിട്ട് ഗൗരവമായിട്ട് ആലോചിക്കണം. അത്തരത്തിൽ നിലവിലുള്ള സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുകയും ആ സംവിധാനങ്ങളിൽ എന്തൊക്കെ തകരാറുകളാണ് ഉണ്ടാവുന്നത് അതിനെ പരിഹരിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാർഗം. രണ്ടാമത്തത് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ, ചിലപ്പോൾ അടുത്ത വർഷം കുടിവെള്ളത്തിന് നമുക്ക് ഇതൊന്നും ചിലപ്പോൾ പരിഹാരമാർഗമാവണമെന്നില്ല. ആ ഘട്ടത്തിലാണ് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാരമാർഗത്തിലേക്ക് പോകേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് അതിന് കിണർ കുഴിക്കുക, ടാങ്ക് കെട്ടുക, മോട്ടർ വെച്ച് പൈപ്പിലൂടെ ഹൗസ് കണക്ഷൻ എന്നുള്ള പരിഹാരത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ഭൂമിയിൽ വെള്ളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. നമ്മളൊരു ബാങ്കിൽ 1000 ഉറുപ്പ്യ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1000 ഉറുപ്പ്യല്ലേ, അല്ലെങ്കിൽ അതിന് പലിശയും കൂടെ കൂട്ടിയെടുക്കാമെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ കിണറിൽ നിന്ന് എടുക്കുന്നത് നമ്മൾ ആ ഭൂമിയുടെ പരിധിയിൽ ഭൂമിക്ക് കൊടുത്ത വെള്ളത്തിൻ്റെ അത്ര ഭാഗമാണോ? അതിനേക്കാൾ എത്രയോ ഇരട്ടിയല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കൊടുക്കുന്നത് പരിമിതപ്പെടുത്തുന്നു. ഈ അവസ്ഥ നമുക്ക് തുടരാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഭൂമിക്ക് കുടിനീരേകുക എന്നുള്ള ഒരു പ്രവർത്തനം, അത് ഭൂമിയുടെ ചെറിയ ചെറിയ വായ ഒരുപാടുണ്ട്. കുളങ്ങളായാലും പുഴയായാലും കടലായാലും അതൊക്കെ അത്തരത്തിൽ കുടിനീര് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ്.
നമുക്ക് ഓരോ വീട്ടിലുമുള്ള ഈ കിണറിലൂടെ നമുക്ക് ഈ മഴവെള്ളത്തെ ഭൂമിക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പണി. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ആ പുരയിടത്തിലുള്ള തെങ്ങുണ്ടെങ്കിൽ അതിനൊക്കെ തോട്ടം തുറക്കുക എന്നുള്ളത് മഴക്കാലത്തിന് മുമ്പ് ചെയ്യണം. അതിന് ചെറിയ ചെറിയ വരമ്പ് വെച്ചുകൊണ്ട് അവിടെ പെയ്യുന്ന മഴവെള്ളം കുറച്ച് സമയം അവിടെ തന്നെ നിൽക്കാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ പുല്ല് വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മഴക്കുഴികൾ ഉണ്ടാക്കുക, ഇതൊക്കെ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളാണ്. ആ കൂട്ടത്തിലാണ് നമ്മൾ കിണറിനെ കൂടെ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട്ടിൻ്റെ മേൽക്കൂരയിൽ ഒരു വർഷം നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തെ നമുക്ക് ആ വീടിൻ്റെ വശങ്ങളിൽ പാത്തികൾ വെച്ച് പിടിപ്പിച്ച് ആ പാത്തിയിലൂടെ മഴവെള്ളം ഒഴുകി വന്ന് അത് ഒരു ഫിൽറ്ററിലേക്ക് ഒഴുക്കി വിട്ട് ആ ഫിൽറ്ററിലൂടെ കടന്നു വരുന്ന മഴവെള്ളം അത് ശുദ്ധമായ വെള്ളമായിരിക്കും. അതിനെ നമുക്ക് നേരിട്ട് കിണറ്റിലേക്ക് ഒഴുക്കി വിടാവുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ കിണറ്റിലേക്ക് ഒഴുക്കി വിടുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ അല്പം വെള്ളം നമുക്ക് വളരെ ക്ഷാമം അനുഭവിക്കുന്ന മാസത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു വയ്ക്കാം. അതിനെയാണ് നമ്മൾ മഴവെള്ള സംഭരണി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വീട്ടിൽ എത്രമാത്രം കുടിവെള്ളം വേണ്ടി വരുമെന്ന് കണക്കാക്കി ആ കുടിവെള്ളം മാത്രം നമുക്ക് ഈ സംഭരണിയിൽ സൂക്ഷിച്ചു വെക്കാവുന്ന തരത്തിലേക്ക് ആലോചിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഒരു 10,000 ലിറ്റർ മഴവെള്ളം സംഭരിച്ചു വെക്കുന്ന ഒരു സംഭരണി ഉണ്ടെങ്കിൽ നമ്മുടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാസങ്ങളിൽ കുടിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാം. അതും നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിണറ്റിലേക്ക് വീണ്ടും റീചാർജ് ചെയ്യാം. ഇതാണ് കിണർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരാശയം. വളരെ വളരെ ലളിതമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മേൽക്കൂരയിൽ നിന്ന് വരുന്ന വെള്ളത്തെ അതിൻ്റെ സൺസൈഡിലൂടെ പാത്തികൾ വെച്ച് പിടിപ്പിച്ച് ആ പാത്തിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം ഒരു ഫിൽറ്ററിലേക്ക് കടത്തിവിട്ട് അങ്ങനെ ഫിൽറ്ററിലൂടെ വരുന്ന വെള്ളം കിണറിലേക്കോ മഴവെള്ള സംഭരണിയിലേക്കോ സൂക്ഷിക്കാവുന്നതാണ്. ഈ കിണർ ഒരുമാതിരിപ്പെട്ട മഴയ്ക്കൊന്നും നിറഞ്ഞു കവിയാൻ പോകുന്നില്ല. ആ വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് പതുക്കെ പതുക്കെ ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അവിടെയുള്ള ജലത്തിൻ്റെ വാട്ടർ ടേബിൾ എന്ന് പറയും നമ്മൾ, ഉപരിതല ജലം, അത് ഉയർന്നുയർന്നു വരും. ക്രമേണ നമ്മളെ വീടുകളിൽ നമ്മളെ കിണറ്റിൽ തന്നെ ശുദ്ധജലം ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വരും. ഇനി ആ ഫിൽറ്ററിൽ എന്തൊക്കെയാണ് വേണ്ടത്? വളരെ ലളിതമാണ്. നമ്മൾ സാധാരണ ഒരു ഫിൽറ്റർ ഉണ്ടാക്കുമ്പോൾ ഒരു പാത്രം വേണം, ഒരു ഡ്രമ്മ്. അതിനാണ് ടാങ്ക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രമ്മിൽ വേണ്ടത് ഒരു 4 ഭാഗമാക്കി കഴിഞ്ഞാൽ മുകളിലുള്ള ഒന്നാമത്തെ ഭാഗം ഒഴിച്ചിടണം. അതിൻ്റെ അടിയിൽ ഒരു ഭാഗം മണൽ, അതിൻ്റെ അടിയിൽ ഒരു ഭാഗം കരി, ഏറ്റവും അടിയിൽ മെറ്റൽ. ഇങ്ങനെ ലെയറായി ഇടുക. അതിൻ്റെ ഇടയിൽ ഓരോ അരിപ്പയും വെച്ച് കൊടുക്കുക. കാരണം മണ്ണും മെറ്റലും കൂടിച്ചേരരുതല്ലോ. അതേപോലെ തന്നെ മെറ്റലും കരിയും കൂടെ കൂടിച്ചേരരുതല്ലോ. ആ രീതിയിലേക്ക് ഒരു ലെയർ, ഒരു ഫൈബറിൻ്റെ നെറ്റ് അവിടെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തേക്കും ഈ ഫിൽറ്റർ മതിയെന്ന് വിചാരിക്കരുത്. ഓരോ വർഷവും ഈ ഫിൽറ്ററിലുള്ള കരിയും മണ്ണും മെറ്റലും പുറത്തേക്കെടുത്ത് അത് കഴുകി വൃത്തിയാക്കി റീപാക്ക് ചെയ്യണം. റീപാക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റലും മണലും നമുക്കത് തന്നെ ഉപയോഗിക്കാം. പക്ഷെ കരി മാറ്റണം. കരി ഒരു വർഷത്തേക്ക് മാത്രമേ ഒരു കരി ആ സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ആ കരിക്ക് ഈ വെള്ളത്തിൻ്റെ പല അംശങ്ങളെയും ആഗിരണം ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്യാനുള്ളത്. അതിൻ്റെ കപ്പാസിറ്റി ഒരു കൊല്ലാണ്. അത് കഴിഞ്ഞാൽ പുതിയ കരി നിറയ്ക്കണം. ഏറ്റവും നല്ലത് ചിരട്ടക്കരിയാണ്. ആ രീതിയിലേക്ക് ചിരട്ട കത്തിച്ച് കരിയാക്കി നമ്മൾ സൂക്ഷിച്ച് വെക്കുകയും നമ്മൾ ഫിൽറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യണം. അങ്ങനെ കരി എടുക്കുന്ന സമയത്ത് ആ ചിരട്ടക്കരി നന്നായി കഴുകി 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 കഴുകി
അതിൻ്റെ കറുത്ത നിറത്തിലുള്ള വെള്ളം മുഴുവൻ വാർന്ന് പോകണം. എന്നിട്ട് വേണം ഈ ഫിൽറ്ററിൽ നിറയ്ക്കാൻ. ഇത്രയേ ഉള്ളൂ ഫിൽറ്ററിൻ്റെ കാര്യം. ആ ഫിൽറ്ററിലൂടെ കടന്നു വരുന്ന മഴവെള്ളത്തിൽ എന്തെങ്കിലും കരടുകളൊക്കെ റൂഫിലുണ്ടെങ്കിൽ അത് മണലിലൂടെ തന്നെ അരിച്ചു പോകും. പിന്നെ ചെറിയ അതിൻ്റെ രുചിയിലോ മണത്തിലോ ഒക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കരിയിലൂടെയും ഫിൽറ്റർ ചെയ്തു പോകും. പിന്നെ നമ്മൾ മെറ്റലുള്ള ഭാഗത്താണ് വരുന്നത്. ആ മെറ്റലുള്ള ഭാഗത്തൂടെ പുറത്തേക്ക് ടാങ്കിൻ്റെ പുറത്തേക്ക് വെച്ച കുഴലിലൂടെ നേരെ കിണറ്റിലേക്ക് വെള്ളം ചാടുകയാണ് ചെയ്യുന്നത്. ഇതിന് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മോഡൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ IRTC രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അത് ഈ ടാങ്കിന് പകരം PVCയുടെ പൈപ്പാണ്. ആ പൈപ്പിൻ്റെ വണ്ണം എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടാം, കൂട്ടുന്നതിനനുസരിച്ച് നല്ലതുമാണ്. അതിൽ ഇതേ സിസ്റ്റം തന്നെയാണ്. കരി രണ്ട് ഭാഗത്തും മെറ്റൽ, മുകളിൽ കുറച്ച് മണലും. ഈ രീതിയിൽ ഫിൽറ്റർ ഉണ്ടാക്കാം. വീഡിയോ നമ്മുടെ പ്രസൻറ്റേഷനിൽ അതിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ നമ്മളും നമ്മുടെ പ്രദേശത്തുള്ള ആളുകളും കൂടി ചേർന്ന് ഒരു സാമൂഹിക പ്രശ്നം എന്നുള്ള രീതിയിൽ കിണർ റീചാർജിങ് ഏറ്റെടുത്താൽ ആ പ്രദേശത്തെ ആ പ്രശ്നത്തിന് താൽക്കാലികമായ പരിഹാരമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്രയോ അനുഭവങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് താൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചർച്ചയ്ക്ക് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് നടപ്പാക്കുകയും ചെയ്യണം. അങ്ങനെ നടപ്പാക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളും സംവിധാനങ്ങളും ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ ഇന്ന് ഒട്ടേറെ സംവിധാനങ്ങൾ നിലവിലുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ തന്നെ കിണർ റീചാർജിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റുകളോ ഒക്കെ വെക്കാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലെങ്കിൽ അതിലും കൂടെ ഇടപെട്ടുകൊണ്ട് അത്തരം പ്രോജക്റ്റുകൾ വെപ്പിക്കുകയും നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും കിണർ റീചാർജിങ് സംവിധാനം ഉണ്ടാക്കുകയും ചെയ്താൽ നമുക്കും നമ്മുടെ പ്രദേശത്തുകാർക്കും അതൊരു ഗുണമാവും. ഓർക്കണം, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് കുടിവെള്ളം നമ്മുടെ കിണറ്റിൽ കിട്ടണമെന്നില്ല. അതിന് നമ്മൾ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. പരിഹാരവും സാമൂഹ്യമായിട്ട് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും നിങ്ങൾ ഈ നടത്തിയ ചർച്ചകളും തുടർന്ന് നിങ്ങൾ ഇത് ചെയ്യാൻ ഉള്ള മനസ്സിനെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ സഹായവും തുടർന്നും നിങ്ങൾക്കുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.